നമസ്കാരം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തിരോധാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പശ്ചിമേഷ്യയിൽ ശക്തമാവുകയാണ്. യുദ്ധം മുറുകുന്നതിനിടെ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള പ്രചാരണ അഭ്യൂഹങ്ങളെ പ്രതിരോധിക്കുവാൻ ഔദ്യോഗിക കേന്ദ്രങ്ങൾ പുറത്തുവിട്ട വീഡിയോകൾ ഇപ്പോൾ വലിയ സാങ്കേതിക വിവാദങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. വീഡിയോയിൽ പലയിടത്തും നെതന്യാഹുവിന്റെ കൈകളിൽ 6 വിരലുകൾ പ്രത്യക്ഷപ്പെട്ടതാണ് സോഷ്യൽ മീഡിയയിൽ സംശയങ്ങൾക്ക് ഇടയാക്കിയത്. ഇതിന് മറുപടി എന്നോളം ഒരു ബേക്കറിയിൽ സന്ദർശിച്ച വിരലുകൾ എണ്ണിക്കോളൂ എന്ന് അദ്ദേഹം പരിഹസിക്കുന്ന മറ്റൊരു വീഡിയോ കൂടി പുറത്തു വന്നെങ്കിലും അതും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിർമ്മിതമാണെന്ന കണ്ടെത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പുറത്തുവന്ന പുതിയ വീഡിയോകൾ ആധുനിക ഡീപ് ഫേക്ക് ഡിറ്റക്ഷൻ ടൂളുകൾ ഉപയോഗിച്ച് വിശകലനം ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഗ്യാൻ മോഡൽ അധിഷ്ഠിതമായി നിർമ്മിച്ച ഈ വീഡിയോകൾ 77% വ്യാജമാകാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. വീഡിയോയിലെ നെതന്യാഹുവിന്റെ ചർമ്മഘടന അസ്വാഭാവികമായി മിനുസമുള്ളതും മെഴുകുപോലെയും കാണപ്പെടുന്നത് ഡീപ് ഫേക്കിന്റെ പ്രധാന ലക്ഷണമാണ്. പ്രായത്തിനനുസരിച്ചുള്ള സ്വാഭാവികമായ ചർമ്മരോമകൂപങ്ങളോ സൂക്ഷ്മമായ മാറ്റങ്ങളോ ഈ ദൃശ്യങ്ങളിൽ ദൃശ്യമല്ലെന്നാണ് വ്യാജ നിർമ്മിതിയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നത്. സാങ്കേതികമായ മറ്റ് പൊരുത്തക്കേടുകളും വീഡിയോയിൽ പ്രകടമാണ്. മുഖവും പശ്ചാത്തലവും തമ്മിലുള്ള പ്രകാശ സംവിധാനത്തിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. പല ഫ്രെയിമുകളിലും മുടിക്കും കാതുകൾക്കും ചുറ്റും അസ്വാഭാവികമായ നിഴലുകൾ കാണാം. കൂടാതെ മൂക്കിന്റെയും ചെവിയുടെയും ആകൃതി ഫ്രെയിമുകൾ മാറുന്നതിനനുസരിച്ച് നേരിയ രീതിയിൽ വ്യത്യാസപ്പെടുന്നതും യഥാർത്ഥ വീഡിയോകളിൽ സംഭവിക്കാത്ത ഒന്നാണ്. എലോൺ മസ്കിന്റെ ചാറ്റ് ബോട്ടായ ഗ്രോക്കും ഈ ദൃശ്യങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി സൃഷ്ടിച്ചതാണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അതേസമയം യുദ്ധം തുടങ്ങിയതിനു മുൻപ് നെതന്യാഹു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം ഇസ്രായേൽ പാർലമെന്റ് നെസറ്റിനെ അഭിസംബോധന ചെയ്ത പഴയ വീഡിയോ ഡിറ്റക്ഷൻ ടൂളുകൾ വഴി പരിശോധിച്ചപ്പോൾ അത് യഥാർത്ഥമാണെന്ന് തെളിയുകയും ചെയ്തു. ആ വീഡിയോയിൽ അദ്ദേഹത്തിന്റെ മുഖവും ചുളിവുകളും ഭാവങ്ങളും 82% സ്വാഭാവികമാണെന്നും വ്യക്തമായി. എന്നാൽ നിലവിൽ പ്രചരിക്കുന്ന വീഡിയോകൾ ഡീപ് ഫേക്ക് ആണെന്ന കണ്ടെത്തൽ നെതന്യാഹുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചുള്ള നിഗൂഢതകൾക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് ഇത് വഴിവെച്ചിരിക്കുന്നത്. എലോൺ മസ്കിന്റെ ഗ്രോക്ക് ചാറ്റ് ബോട്ട് ഈ വീഡിയോ വ്യാജമാണെന്ന് സ്ഥിരീകരിച്ചത് വലിയ പ്രാധാന്യത്തോടെയാണ് ലോകം കാണുന്നത്. സാധാരണയായി സർക്കാർ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളെ അന്ധമായി വിശ്വസിക്കുന്ന രീതിക്ക് പകരം അത്യാധുനിക അൽഗോരിതങ്ങൾ ഉപയോഗിച്ച് ഓരോ ചാനലും വിശകലനം ചെയ്യുന്നത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. ഡിജിറ്റൽ യുഗത്തിൽ ഒരു നേതാവിനും ഒളിച്ചിരിക്കാനാവില്ല എന്നതിന്റെ സൂചനയാണ് ഇത്. ന്യൂസ് ഡെസ്ക് തത്തുമൈ TV.